നമ്മളെ സംബന്ധിച്ചിടത്തോളം കുരുവട്ടൂരികൾ ഇവിടെ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിയെ സ്വാഹിബുൽ വഖത്താണ് എന്നും മുദബ്ബിറുൽ ആലമാണ് എന്നും ലോകം പോറ്റുന്നവനാണ് എന്നും ലോകം ഭരിക്കുന്നവനാണ്, ലോകം നിയന്ത്രിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പം അയാളെ മുദബ്ബിറുൽ ആലം പോയിട്ട് ഒരു സാധാരണക്കാരന്റെ ലെവലിൽ പോലും നിർത്താൻ പറ്റൂല എന്ന് തെളിയിക്കലാണ് നമ്മുടെ ആവശ്യം. ആളുകൾ പെട്ടുപോകാൻ പാടില്ല, ശൈത്താന്മാരുടെ കെണിയിൽ ആളുകൾ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ പോലും ചെയ്യാത്ത പരിപാടിയാണ് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യയെ എങ്ങനെയാണ് ഔറത്ത് മറപ്പിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത ആള്, ആ ആളെ എങ്ങനെ മുദബ്ബിറുൽ ആലമാക്കാൻ പറ്റും? പോയിട്ടൊരു സാധാരണക്കാരന്റെ ലെവലിൽ പോലും അയാളെ നിർത്താൻ പറ്റുമോ? നിങ്ങൾ നോക്കൂ, നമ്മുടെ പരിസരങ്ങളിലൊക്കെ സാധാരണക്കാരായ ചെറുപ്പക്കാരായ ആളുകൾ വരെ ഇന്ന് നിഖാബൊക്കെ ഇട്ട് എല്ലാ അവയവങ്ങളും മറച്ച് കൊണ്ടുപോകുന്ന ചുറ്റുപാടിൽ ഇയാൾ ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, ഇയാൾ സ്ഥിരം ഇങ്ങനെ കൊണ്ടുവന്നത് എന്നാ നമുക്ക് മനസ്സിലാകുന്നത്. സ്വന്തം ഭാര്യ ഔറത്ത് മറക്കാതെ കൊണ്ട് നടക്കുക ചന്തകളിലും ബീച്ചിലും. ഇയാളെ പറ്റി മുദബ്ബിറുൽ ആലം എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകൂലേ? ഇയാളാ ചെയ്യുന്നതാണ് ഇവിടെ ഇസ്ലാം എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു. മുടിയും വെളിവാക്കി, കൈത്തണ്ടയും വെളിവാക്കി, മുഖവും മുൻകൈയും ഒഴിവാക്കി മറക്കാതെ അന്യാളുകൾക്കിടയിലൂടെ നടക്കുമ്പം ഇതാണ് ദീന് എന്ന് ആളുകൾ മനസ്സിലാക്കൂലേ? അപ്പൊ അതുകൊണ്ട് ഇത് ദീനല്ല, ഇയാള് സ്വാഹിബുൽ വഖ്ത് പോയിട്ട് ഒരു സാധാരണക്കാരന്റെ ലെവലിൽ പോലും നിർത്താൻ പറ്റൂല എന്ന് തെളിയിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ ഒരു വിഷയം എല്ലാവരും മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അത് ഇതിൽ വരും. എന്തേലും ഔഷധം പറഞ്ഞിട്ട് അല്ലാ എല്ലാ സൂക്ഷ്മതയും പാലിച്ച് ജീവിക്കുന്ന എന്തേന് എല്ലാ നിലക്കും സൂക്ഷ്മത പാലിച്ച് അവരെ കാലഘട്ടത്തിലെ മശായിഖിന്റെ ബീവിയെ പോലെ സൂക്ഷ്മത പാലിക്കുന്ന ഒരാൾ ആരായിരുന്നു ദുനിയാവിലുള്ളത്? തട്ടട്ടോക്കിയാലും ചേലും തട്ടട്ടിയാലും ചേലും കോലം നോക്കിയാണ് നിങ്ങള്. ഇതാ സ്വാഹിബുൽ വഖ്ത്. ഇതൊന്നും നമ്മൾക്കൊരിക്കലും താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ഇതൊക്കെ ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വിടാനോ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഫോട്ടോ വിടാനോ ഇയാൾ എവിടെയെങ്കിലും നടക്കുന്നതൊന്നും നമുക്ക് നമുക്ക് ഫോട്ടോ എടുത്ത് വിടാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ വിടേണ്ടി വന്നത്, ഇനി വിടാനുള്ളതും വിടേണ്ട അവസരങ്ങളിൽ വിടേണ്ടി വരുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ കുരുവട്ടൂരികൾ ഞങ്ങൾ അഭിവന്യ നേതൃത്വത്തെ വ്യക്തിപരമായിട്ട് വളരെ അവഹേളിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾ വന്യരായ നേതൃത്വം, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും പൊന്മുള ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ, എത്രത്തോളം വന്യരായ ഷെയ്ഖുന സുൽത്താനുൽ അടക്കം ഇവിടുത്തെ സുന്നത്യമായത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, ദീനി സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടി, പാവപ്പെട്ട എക്തിമക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് വന്യരായ ഷെയ്ഖുനൊക്കെ ഈ പ്രായം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന, സുഖമില്ലാതെ നിൽക്കുന്ന സമയത്ത്, ക്ഷീണിതനായി നിൽക്കുന്ന സമയത്ത് ഷെയ്ഖുന പോവാൻ 10,000-കണക്കിന് മക്കളെ എങ്ങനെയും പോറ്റാൻ വേണ്ടിയിട്ട് ആ മർക്കസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഷെയ്ഖുന പോയപ്പോൾ നിങ്ങളെ ഷെയ്ഖിൻ്റെ തൊള്ളോണ്ട് എന്തൊക്കെ തോന്നിയാസാ പറഞ്ഞേ? ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നിങ്ങൾ ഷെയ്ഖ് എന്തൊക്കെ തോന്നിയാസാ വിളിച്ചു പറഞ്ഞേ? അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് പറയാൻ ഒരു അണുമണി അവകാശം പോലും നിങ്ങളെ ഷെയ്ഖിന് ഇല്ല എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യകത. അതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തേക്ക് വിടേണ്ടി വന്നത്, ഇതിൻ്റെ പിന്നാലെ കൂടേണ്ടി വന്നത്. അതുകൊണ്ട് ഇനിയും ഞങ്ങളുടെ നേതൃത്വത്തെ അവഹേളിക്കാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഷെയ്ഖിൻ്റെ ഓരോന്നും ഞങ്ങൾ പുറത്തു കൂടും. അത് മതി, ഇത് മതി, ഇത് മതി, ബാക്കി അടക്കട്ടെ. ഇനി ബാക്കിയുള്ള ഇവിടെ ഉണ്ടേ, അടക്കട്ടെ. ഇത് കണ്ടങ്ങള് ഷെയ്ഖിനെയും കൊണ്ട് നടക്കണേ. ഏതാ കാണ്ട അങ്ങാടി കൂടി ടൗണിൽ കൂടി പെണ്ണിനെയും കൊണ്ട് നടക്കണേ? ഇത് ഗ്ലോബൽ വില്ലേജിലല്ല, ഇത് നമ്മളെ കോഴിക്കോട് ടൗണിലാട്ടോ ഈ നടക്കണേ.